അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭീകരരോഗം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഇന്നും ഒരു പേടി സ്വപ്നമാണല്ലേ. അതായത് ക്യാൻസർ, ട്യൂമർ ഇങ്ങനെ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ, അതായത് നമ്മൾ മരിക്കുവോളം നമുക്ക് ഈ ഭീകരരോഗം അല്ലെങ്കിൽ ഈ മാരക രോഗങ്ങളൊന്നും തന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള രോഗങ്ങളുണ്ട്, ഭീകരമായിട്ടുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ. അപ്പോൾ ഈ രോഗങ്ങളൊന്നും തന്നെ മരിക്കുവോളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അള്ളാഹു താലയുടെ പുണ്യനാമം വെച്ചിട്ട് ഒരു കാര്യം തന്നെ ചെയ്യാനുണ്ട് കേട്ടോ. അതായത് അള്ളാഹു താലയുടെ ഇസ്മിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് മഹത്വമുള്ള പുണ്യമേറിയ ഇസ്മുകളാണ് അള്ളാഹു താലയുടെ ഇസ്മുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അള്ളാഹു താലയുടെ ഒരു ഇസ്മ വെച്ചിട്ട് നമുക്ക് ഒരു ഭീകര രോഗത്തിനും അല്ലെങ്കിൽ മാരക രോഗമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് യാ ഹയ്യു യാ അല്ലാ, യാ ഹയ്യു യാ അല്ലാ, അതായത് എന്നെന്നും ജീവിക്കുന്നവൻ എന്ന് 3 ലക്ഷം തവണ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ മരിക്കുവോളം അദ്ദേഹത്തിന് ഭീകരരോഗങ്ങൾ ഉണ്ടാവുന്നതല്ല. കാരണം അത് അത്രയും പുണ്യമേറിയിട്ടുള്ള ഒരു നാമമാണ്. അള്ളാഹു തആലയുടെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പുണ്യമേറിയിട്ടുള്ളൊരു നാമമാണ്. അപ്പോൾ എന്ന് മുതലാണോ ചൊല്ലി തുടങ്ങുന്നത് അന്ന് ചൊല്ലിയ ശേഷം പിന്നീട് അങ്ങോട്ട് ഭീകരരോഗങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് മുമ്പത്ത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ ഒരു 3 ലക്ഷം തവണ ഇത് ചെല്ലുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ 3 ലക്ഷം തവണ ചെല്ലുമ്പോൾ നമ്മൾ ഒന്നുകൂടെ തന്നെ ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ കുപ്പായത്തിലേക്ക് ഇരുന്ന് ഫർള് നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും സുന്നത്ത് നിസ്കാരത്തിന് ശേഷമൊക്കെയാണ് ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ബെറ്റർ ആവും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഒരു ബെറ്ററായിട്ട് ചെല്ലുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടെ വേണം ചെയ്യാനായിട്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു തആല എന്തായാലും സ്വീകരിക്കും. അള്ളാഹു തആല ഭീകര രോഗങ്ങളൊന്നും എനിക്ക് ഉണ്ടാക്കി തരില്ല. മരിക്കോളം ആ ഒരു ടെൻഷനേ വേണ്ട. എനിക്ക് അങ്ങനെ ഒരു ഉറപ്പോടെ തന്നെ ചെയ്യുക, അങ്ങനെ ചെയ്യണം. അല്ലാതെ അള്ളാഹു തആല എന്താണ് തരികയാണെങ്കിൽ തരാതിരിക്കട്ടെ, തരണ്ടെങ്കിൽ തരാതിരിക്കട്ടെ, ഇനിയിപ്പോൾ തരികയാണെങ്കിൽ തരട്ടെ, എന്താണ് ഇപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അഥവാ തന്നില്ലെങ്കിലോ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒരു സംശയത്തോടെ അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, വിശ്വാസത്തോടു കൂടെ തന്നെ ചെയ്യണം. ഉറപ്പായിട്ടും എനിക്കിനി ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്കൊരു രോഗവും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് വേണം ചെല്ലാനായിട്ട്. പിന്നെ നമ്മൾ 3 ലക്ഷം തവണ അല്ല, അപ്പോൾ കുറച്ച് ഒരുപാട് സമയം ഉണ്ടാവില്ലേ ചൊല്ലാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തി ചെല്ലുകയാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ചെല്ലുന്നതിനിടയിൽ, അതായത് 2 ചൊല്ലും 2 വാക്ക് സംസാരിക്കും, 4 ചൊല്ലും 1 വാക്ക് സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടയ്ക്കടിച്ച് നിർത്തി സംസാരിച്ച് അങ്ങനെയൊന്നും ചെല്ലരുത്. നമ്മൾ നല്ല ഇതായിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു സമയം 1000 തവണ ചെല്ലുകയാണെങ്കിൽ 1000 തവണയുടെ സമയത്ത് ഒന്നും സംസാരിക്കാൻ പാടില്ല. പിന്നെ അതിനുശേഷം കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ചെല്ലുമ്പോൾ അതിനിടയിലൊക്കെ അങ്ങനെ നോക്കാമെന്നല്ലാതെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഈ ഒരു കാര്യം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് സമയം കിട്ടുമ്പോൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഒരുപാട് പേരുടെ മുമ്പിലേക്ക് വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. നല്ലൊരു വീഡിയോയുടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.